ഹലോ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് കുളമടയാണ്. അപ്പോൾ കുളമട ഒരു ചെറിയ വർക്കാണ്, ഒരു മിനിമം ചാർജാണ്. അപ്പോൾ അത് ഒരാൾക്ക് തന്നെ 2 സൈറ്റിലായിട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 5 സെൻറ്റിൽ വന്ന് കുറച്ച് കാടും അതൊക്കെ പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് തള്ളി വൃത്തിയാക്കി ഒന്ന് ലെവലാക്കി ഇടണം. അവർക്ക് വണ്ടിയൊക്കെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അവിടെ മൊത്തം കുറ്റികളാണ് കേട്ടോ. നേരത്തെ മരമൊക്കെ മുറിച്ച ഒരു സൈറ്റായിരുന്നു. അപ്പോൾ അവിടെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ കുറ്റിയൊക്കെ എവിടെയാണെന്ന് പോലും അറിയാൻ വയ്യ. ഓരോന്ന് തള്ളിക്കൊണ്ട് പോകുമ്പോഴത്തേക്കാണ് അവിടെ എല്ലാം കുറ്റികൾ കാണുന്നത്. അങ്ങനെ കുറ്റിയെല്ലാം ഒക്കെ വലിച്ച് പുഴുത് മാറ്റി നമ്മൾ ആ കാടൊക്കെ കുറേശ്ശെ അങ്ങോട്ട് തള്ളി എല്ലാം റെഡിയാക്കി ഏകദേശമൊക്കെ പണി ഒതുങ്ങാറായി. ഇനി ഒരു 10-15 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് ഏതാണ്ടൊക്കെ പണിയൊക്കെ തീരും. മൊത്തത്തിൽ ഒരു അരമണിക്കൂറത്തെ പണിയുള്ളായിരുന്നു കേട്ടോ. അവിടെ അരമണിക്കൂറത്തെ പണിയുള്ളായിരുന്നു. പിന്നെ കുറേ കുറ്റി ഉള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റത്തെ പണി പോലും ഇല്ല അവിടെ. അങ്ങനെ ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് ഇനി അടുത്ത കുളമടയാണ്. അടുത്ത കുളമട രേവതി തിയേറ്ററിൻ്റെ അടുത്തായിട്ടാണ് ഒരു സൈറ്റുണ്ട്. അത് അവർക്കുള്ളതൊക്കെ തന്നെ അങ്ങോട്ട് പോകണം നേരെ. ഇവിടെ വന്നപ്പോഴേ ആദ്യമേ പറഞ്ഞു കേട്ടോ, ഓട്ടിച്ചിട്ടങ്ങ് ചെയ്താൽ അത് വലിയ വൃത്തിയും കാര്യങ്ങളൊന്നും വേണ്ടെന്ന്. അങ്ങനെ അവിടെ കുറ്റിയൊക്കെ എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് അവിടെ പുള്ളി പറഞ്ഞു അങ്ങനെ എല്ലാ കുറ്റിയൊന്നും എടുക്കുകയൊന്നും വേണ്ട, അവർക്ക് കുറച്ച് വണ്ടി ഇടാനായിട്ട് തൽക്കാലം കുറച്ച് സ്ഥലം മതി, അങ്ങനെ കുറ്റിയൊക്കെ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ബാക്കിയൊക്കെ. അങ്ങനെ നമ്മൾ പടപട എല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വൃത്തിയാക്കി എടുത്ത് നമ്മൾ 4 സൈഡ് മതിലിൻ്റെ 4 സൈഡൊന്നും വൃത്തിയാക്കി നോക്കിയില്ല. ഒരു കുറച്ച് കാറുകളും കാര്യങ്ങളൊക്കെ ഇടാനായിട്ടുള്ള മാത്രം ഒരു സ്ഥലമൊന്ന് റെഡിയാക്കി എടുത്ത് നമ്മളെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറ്റിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെന്ന് വൃത്തിയാവാത്ത. അടുത്ത് നമ്മൾ നേരെ ഇങ്ങനെ രേവതി തിയേറ്ററിൻ്റെ അവിടെ ഒരു പഴയ വീടുണ്ട് അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട്. അവിടെ നമ്മൾ എപ്പോഴും വന്ന് പണിയുന്നതാണ്, എല്ലാ വർഷവും വന്ന് പണിയുന്നതാണ്. അപ്പോൾ അവിടെ കുറച്ച് കാടും കാര്യങ്ങളൊക്കെ ഒന്ന് കിണറ്റിൻ്റെ സൈഡിലൊക്കെ ആയിട്ടും അവിടെ ഇവിടെയൊക്കെ കിടപ്പുണ്ട്. അതെല്ലാം എടുത്ത് മാറ്റി വീട് പൊളിച്ച കട്ടയും കാര്യങ്ങളും എല്ലാം കിടപ്പുണ്ട്. അപ്പോൾ ഒന്ന് മണ്ണൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം. കുറച്ച് കട്ടയൊക്കെ ഒന്ന് പൊടിച്ച് അവിടെ കൃഷി ചെയ്യാനാണ് കേട്ടോ. അങ്ങ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇത് വലിയ പെരടമാണ്. അപ്പോൾ ഇവിടെ നേരത്തെയൊക്കെ ഉള്ളിലോട്ടൊക്കെ ഫുള്ള് കിളച്ച് ചെയ്തതാണ്. അതിൻ്റെ അകത്തൊക്കെ മൊത്തം മരച്ചീനിയും കാര്യങ്ങളും എല്ലാം ഒക്കെ നട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ ഫ്രണ്ടിലോട്ടും കുറച്ച് കൃഷി ചെയ്യാനാണ്. അങ്ങനെ ഫ്രണ്ടിൽ കുറച്ച് പാറയൊക്കെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഒക്കെ എടുത്തൊന്ന് ഒതുക്കി മാറ്റി വെച്ചിട്ട് അവിടെയും കൂടെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെ എല്ലാം കൃഷി ചെയ്യാനാണ്. പാറ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 2-3 സ്ഥലത്തായിട്ടൊക്കെ കിടപ്പുണ്ട്. അതെല്ലാം കൂടെ കൊണ്ടുവന്നൊക്കെ ഒരു മൂലയിലോട്ടൊക്കെ കൂട്ടി വെച്ചിട്ട് പിന്നെ കുറച്ച് വേസ്റ്റും കാര്യങ്ങളും, അതായത് പോച്ചയെല്ലാം അതെല്ലാം പുഴുത് ഒരു ചെറിയ കുഴിയൊക്കെ എടുത്തൊന്ന് മൂടി ഒന്ന് ഫുള്ളായിട്ടൊന്ന് കിളച്ച് റെഡിയാക്കി ഇട്ട് കൊടുക്കണം. അപ്പം അത്രയും കൂടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ പണി കഴിഞ്ഞു കേട്ടോ. ഈ ഒരു മിനിമം ചാർജേ ഉള്ളായിരുന്നു, പിന്നെ വേറെ പണി ഇല്ലായിരുന്നു. അങ്ങനെ അപ്പോൾ ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം എന്തായാലും. ഏകദേശം നമ്മളെ പരിപാടിയൊക്കെ ഒതുങ്ങാറായി. ഈ ഒരു കുറച്ച് കാണുന്ന പാറയും കൂടെ ഒന്ന് തള്ളി മറ്റേ പാറയുടെ കൂട്ടത്തിൽ കൊണ്ടിട്ടതിന് ശേഷം ഈ വഴിയും കൂടെ ഒന്ന് ഡോസ് ചെയ്ത് ലെവലാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞാട്ടാ. അപ്പം